നമുക്കപ്പം ഹരി ഗോവിന്ദ് കൂടി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഹരി, ഹാപ്പി ആയല്ലോ ഹരി. അതോടൊപ്പം തന്നെ എന്താണ്, എവിടെയാണ് അർജന്റീനയ്ക്ക് പിഴച്ചത്? അതല്ല, അർജന്റീനയുടെ പിഴവാണോ? അതിനപ്പുറത്ത് സ്പെയിനിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മികവിന് മുന്നിൽ അർജന്റീന പൂർണ്ണമായും അടിയറവ് പറയുന്നതല്ലേ നമ്മൾ കണ്ടത്? മഹേഷ്, അർജന്റീനയ്ക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ചോദിച്ചാൽ ഇനി എവിടെയാണ് പിഴയ്ക്കാത്തതെന്ന് തന്നെ മറുപടി പറയേണ്ടിയിരിക്കും. അത്ര മനോഹരമായി ഇന്ന് സ്പെയിൻ കളിച്ചിട്ടുണ്ട്. ബോൾ തൊട്ടിട്ടില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 120 മിനിറ്റ് അവർ കളിച്ചതിൽ ഒരു 90% പോലും പന്തടക്കം സ്പെയിൻ്റെ കയ്യിലായിരുന്നു. 10% അർജന്റീനയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് സ്റ്റാറ്റ്സിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷേ ദൃശ്യത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ മഹേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഉനൈ സിമോണെ ഇന്ന് നമ്മൾ ക്യാമറയിൽ കണ്ടിട്ടേ ഇല്ല, കാരണം അവിടെ ഒരു പണിയും ഉണ്ടായിരുന്നില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ തീർത്തും ഒരു എന്താ പറയുക, നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്ര മനോഹരമായി സ്പെയിൻ ഈ മത്സരം ഡോമിനേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു പൂളിന്റെ പ്രത്യേകത തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ പൂളിൽ ഏറ്റവും കരുത്തരായ ടീമുകളെ മറികടന്നാണ് സ്പെയിൻ എത്തുന്നത്. മറുവശത്ത് അർജന്റീന ആയിക്കോട്ടെ, ഇപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബ്രസീൽ ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഇത് ആര് വന്നാലും സ്പെയിൻ ഈ ഡോമിനേഷൻ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര മനോഹരമായ ടൂർണമെന്റ് ഉടനീളം കളിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെയിനിന്റെ മധ്യനിര, അത്ര സന്തുലിതമായ ഒരു മധ്യനിരയാണ്. റോഡ്രി അടങ്ങുന്ന, ഫാബിയൻ റൂയിസ് അടങ്ങുന്ന, ഡാനി ഓൾമോ അടങ്ങുന്ന മധ്യനിര തന്നെയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ഒരു ഏരിയ മറികടന്ന് അർജന്റീൻ താരങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 700ഓളം പാസുകളാണ് സ്പെയിൻ കളിച്ചിട്ടുള്ളത്. അർജന്റീനയ്ക്ക് അതിന്റെ പകുതി പോലും കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം പന്തടക്കത്തോടെയും ഡോമിനേഷനോട് കൂടെയാണ് സ്പെയിൻ കളിച്ചത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ സ്റ്റാറ്റ്സ്. 20 ഷോട്ടുകളാണ് സ്പെയിൻ എടുത്തത്, 2 എണ്ണം മാത്രമാണ് അർജന്റീനയ്ക്ക് എടുക്കാൻ കഴിഞ്ഞത്. അതും ഈ മത്സരത്തിന്റെ അവസാന നിമിഷമാണ് 2 ഷോട്ടുകൾ വരുന്നത്. അപ്പോൾ ടാർഗറ്റിൽ ഒരു ഷോട്ട് അടിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ പന്ത് കൈവശം വെക്കാൻ കഴിയാതെ, ഒരു നിർണായകമായ ഒരു മൂവ്മെന്റ് പോലും ഉണ്ടാക്കാൻ കഴിയാതെ അർജന്റീന വലയുന്ന കാഴ്ച, ലോക ചാമ്പ്യന്മാരായ അർജന്റീന വലയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാക്ഷാൽ ലയണൽ മെസ്സിയെ നമുക്ക് മെസ്സിയെ കുറ്റം പറയാനും പറ്റില്ല. അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ടച്ച് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു 10 ടച്ചിൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ടച്ചുകളൊക്കെ അദ്ദേഹം ഡേഞ്ചറാക്കാൻ നോക്കി. പക്ഷേ അവസാന നിമിഷം കിട്ടിയ ചാൻസ് പോലും സിമിയോണിയെ പോലുള്ള താരങ്ങൾ ആകാശത്തേക്ക് അടിച്ചുയർത്തി കളയും നമ്മൾ കണ്ടു. നിർണായകമായ ചാൻസുകൾ അവർ കളഞ്ഞു. ആകെ കിട്ടിയത് 2-3 ചാൻസാണ്. ആ ചാൻസുകൾ അവർ കളഞ്ഞു. ലയണൽ മെസ്സിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശയുണ്ട്. തീർച്ചയായും അദ്ദേഹം ഇങ്ങനെയൊരു അവസാനമല്ല ഈ ലോകകപ്പിന് ആശിച്ചിരുന്നത്. കാരണം ഒരു കളിച്ചു തോറ്റാൽ പോലും നമുക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷേ ഇത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്രയും ഡോമിനേഷനാണ് സ്പെയിൻ്റെ ഭാഗത്തുണ്ടായത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ച് മാത്രമാണ്. മാർട്ടിനസിൻ്റെ ഒരു നിർണായക പ്രകടനമാണ് ആ ഒരു മത്സരം ഇത്രയെങ്കിലും വലിച്ചു നീട്ടിയത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് പോലും പോവില്ലായിരുന്നു. ലെമിൻ യമാലിൻ്റെ അവസാന മിനിറ്റിലെ ഫ്രീ കിക്കൊക്കെ എത്ര മനോഹരമായാണ് എമി മാർട്ടിനസ് തട്ടിയകറ്റിയത്. അപ്പോൾ എമിയെ പോലൊരു ഗോൾ കീപ്പർ അവിടെ നിന്നൊരു പോരാട്ട വീര്യം കാഴ്ചവെച്ചു. പക്ഷേ അതൊന്നും മതിയായിരുന്നില്ല സ്പെയിനെ മറികടക്കാൻ. സ്പെയിനെ സംബന്ധിച്ച് അവർ ഏറ്റവും മനോഹരമായി കളിക്കുന്നുണ്ട്, പക്ഷേ ഗോൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്ക നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു. അത് ഈ മത്സരത്തിലും കണ്ടു. ഗോൾ കണ്ടെത്താൻ സ്പെയിനിന് ഈ മത്സരത്തിലും ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു. ഒയർ സബാലിനെ പോലുള്ള താരങ്ങൾ മുന്നിൽ കളിക്കുന്നുണ്ടെങ്കിലും ആ ഗോളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഫൈനൽ തേർഡിൽ ഒരുപാട് പാസുകൾ കളിക്കുന്നു. ആ ഒരു മൊമെന്റം അവർ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഗോൾ വീഴുന്നില്ല എന്നുള്ളതായിരുന്നു. അവസാനം ഫെറാൻ ടോറസ് വരേണ്ടി വന്നു ഗോളടിക്കാൻ. അപ്പോൾ സൂപ്പർ സബായി ഫെറാൻ ടോറസ് ഇറങ്ങിയതോടുകൂടി തന്നെയാണ് ആ ഗോൾ വന്നത്. അപ്പോൾ ആ ഒരു പീക്ക് ഡോമിനേഷൻ ആദ്യ മിനിറ്റ് മുതൽ തുടങ്ങി 120 മിനിറ്റ് അവസാനിക്കുന്നത് വരെ സ്പെയിൻ്റെ ഒരു പീക്ക് ഡോമിനേഷൻ നമ്മൾ കണ്ടു. ഒരു സമ്പൂർണ്ണ ആധിപത്യം. ഒരു ഗോൾ അല്ലായിരുന്നു എന്ന് വീഴേണ്ടത്, പക്ഷേ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ ആ ലോക കിരീടത്തിൽ മുത്തമിടുകയാണ്. 2010 ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ കിരീടത്തിൽ മുത്തമിടുന്നത്. തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ അർജന്റീനയ്ക്ക് ഇത് നിരാശയുടെ രാത്രിയാണ്. നിരാശയുടെ ഒരു പടുകുഴിയിലേക്ക് വീണ്ടും അർജന്റീന ചെന്ന് പതിക്കുകയാണ്. കാരണം ഈ 2 ലോകകപ്പുകൾ നമ്മൾ കണ്ടതാണ്. സൗദി അറേബ്യയോട് 2022 തോറ്റതിന് ശേഷം പിന്നീട് ഈ കാലയളവിൽ ഇത്രയും അർജന്റീന തോൽവി അറിഞ്ഞിട്ടില്ല. ആ ഒരു വിജയക്കുതിപ്പിന് ഇത്തരത്തിലൊരു അവസാനമായിരുന്നില്ല വേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും നിരാശയാണ് അർജന്റീന ആരാധകർക്ക്, വലിയ നിരാശയാണ്. കാരണം ഈ മത്സരം അവർ ഏറ്റവും കൂടുതൽ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. അല്ലെങ്കിൽ ഇനി വരുന്ന ലോകകപ്പുകളിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ ഇനി എത്ര മനോഹരമായി കളിച്ചാലും സ്പെയിനെതിരായി ഈ മത്സരം അർജന്റീനയുടെ ആരാധകരും എക്കാലവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കുമെന്ന് തന്നെയാണ് മഹേഷ് പറയാനുള്ളത്.